പാടില്ല. അതാണ് ശ്രീ ജോസഫ് മാർട്ടിൻ, അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങൾക്കൊക്കെ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന നിങ്ങൾക്കൊക്കെ ഈ ജാതി സമവാക്യങ്ങൾ ഉപയോഗിക്കാം, ഈ പരസ്പര പ്രീണനങ്ങൾ നടത്താം, പല വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾ നടത്താം, പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാം. പക്ഷെ BJP ചെയ്യുമ്പോൾ മാത്രം അതിന് മറ്റൊരു മുഖം. അങ്ങനെ ഉണ്ടോ മാർട്ടിൻ? ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. പക്ഷേ അതിനു മുൻപ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്കൊരു മറുപടി പറയണം, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം രാഹുൽ ഈശ്വർ ഈ സാധാരണ അലോപ്പതി വൈദ്യന്മാർ, അലോപ്പതി ഡോക്ടർമാർ കൊച്ചുകുട്ടികൾക്ക് മരുന്ന് കൊടുക്കും. എങ്ങനെയാണെന്നറിയാവോ? നമുക്കറിയാം, പഴത്തിൻ്റെ ഉള്ളിൽ ഈ കയ്പ് ഏറിയ ഗുളിക വെച്ചിട്ട് പഴം കഴിക്കാൻ കൊടുക്കും. കഴിക്കുന്നത് പഴമാണെങ്കിൽ പക്ഷേ ഗുളികയാണ് അകത്തു പോകുന്നത്. അതുപോലെ BJPക്കാർ ഇപ്പോൾ ക്രൈസ്തവ മുസ്ലിം ഭവനങ്ങളിൽ കയറുന്നത് പോലെ ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞ പോലെ രാഹുൽ ഈശ്വറും BJP KC വേണുഗോപാൽ പറഞ്ഞതുപോലെ KPCC പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരുന്നു ഒരു കാര്യം. എന്താണെന്ന് അറിയാമോ? ഈ ബിജെപിയിലേക്ക് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ എന്റെ നറേറ്റീവ്, എനിക്ക് പറയാനുള്ളത് അപ്പൊ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞതുപോലെ, കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതുപോലെ, രാഹുൽ ഈശ്വറും ഒരു സംശയവും വേണ്ട തികഞ്ഞ വർഗീയവാദിയായ BJPക്കാരനാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് BJPയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ത്രിവർണ്ണ പതാകയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനമാണ്. ഗാന്ധി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഈ ത്രിവർണം, ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക സിംബോളൈസ് ചെയ്യുന്നത് ഒന്ന് സാഫ്രോൺ ധീരതയെയാണ് കാണിക്കുന്നത്. നടുക്കുള്ള വെള്ള കാണിക്കുന്നത് സത്യത്തെയും ധർമ്മത്തെയും കാണിക്കുകയാണ്. പച്ചയാവട്ടെ ഈ രാജ്യത്തിന്റെ ഫലഭൂയിഷ്ഠതയെ കാണിക്കുന്നതാണ് പച്ച. അതിനെ മറ്റൊരു മതപരമായി മാറ്റിമറിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ BJP അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. മറ്റൊരു വിഷയം അദ്ദേഹം പറഞ്ഞു, ഗാന്ധി പറഞ്ഞു രാമരാജ്യത്തെക്കുറിച്ച്. ഗാന്ധി രാമരാജ്യം മാത്രമല്ല, ഗാന്ധി പറഞ്ഞിട്ടുള്ളത് 1937 തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികളോട് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്, ഐ കനോട്ട് ഗിവ് യു ദി എക്സാമ്പിൾ ഓഫ് രാം ഓർ കൃഷ്ണ ബിക്കോസ് ദേ വർ നോട്ട് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ്, ബട്ട് ഐ ക്യാൻ ഗിവ് യു ദി എക്സാമ്പിൾ ഓഫ് ഒമർ ബിൻ അൽദാബി ആൻഡ് അലി അക്ബർ. ദേ വർ ദ എംപറേഴ്സ് ഓഫ് വാസ് കിങ്ഡം, സ്റ്റിൽ ദേ ലിവ്ഡ് ഇൻ ഓസ്റ്ററിറ്റി എന്നാണ് ഗാന്ധിയുടെ വാക്ക്. അതായത് രാമരാജ്യത്തെക്കുറിച്ച് ഇവർ പറയും, ഗാന്ധിയുടെ രാമരാജ്യം സംഘപരിവാർ പറയുന്ന രാമരാജ്യമല്ല. ഗാന്ധിയുടെ രാമരാജ്യം, രാമൻ ഉയർത്തിക്കാട്ടിയത്, എന്റെ രാമൻ സീതാപതി അല്ല, അയോധ്യയുടെ രാജാവല്ല, എന്റെ രാമൻ ഞാൻ വിശ്വസിക്കുന്ന സത്യത്തിന്റെ പേരാണ് രാമൻ എന്നാണ് ഗാന്ധി പറഞ്ഞത്. എന്നാൽ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാമൻ ഈ ജംഗ്ഷനിൽ നമുക്ക് കാണാം, സഹോദരന്റെ നെഞ്ചിലേക്ക് അമ്പെയ്യുന്ന രാമനെയാണ് ഇവർ പ്രതിദാനം ചെയ്യുന്നത്. ആ രാമരാജ്യമല്ല ഗാന്ധി പറഞ്ഞ രാമരാജ്യം. ഇനി അടുത്ത പോയിന്റ്, ഈ BJPയുടെ നേതാക്കന്മാർ വീടുകൾ കയറുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കാണാം. അദ്ദേഹം നെഹ്റുവിയൻ സെക്യുലറിസത്തെ കുറിച്ച് പറയുകയുണ്ടായി. എൻ്റെ പ്രിയ സുഹൃത്തെ, നെഹ്റു കൂടെ ഉൾപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദം 25, 26, 27, 28 ഈ അനുച്ഛേദത്തിൽ പറയുന്നത് റിലീജിയസ് ഫ്രീഡം ആണ്. ഈ രാജ്യത്ത് എല്ലാ മനുഷ്യരും, ഏറ്റവും ന്യൂനപക്ഷ മതക്കാരന് പോലും അവന്റെ മതം ദേ ക്യാൻ പ്രീച്ച്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. നിങ്ങൾ പറയുന്ന നെഹ്റുവിനെ, മതനിരാസമായ നെഹ്റുവിനെ, മതേതരത്വത്തിന്റെ നെഹ്റുവിനെ, മതനിരാസം കാട്ടിയ നെഹ്റു എന്ന് കാണിക്കുകയും രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടന പറയുന്ന അനുച്ഛേദങ്ങൾ, മതസ്വാതന്ത്ര്യത്തിന്റെ അനുച്ഛേദങ്ങൾ കാണാതെ പോവുകയും ചെയ്യുന്നത്. നിങ്ങൾ അവിടെയും സംഘപരിവാറുകാർ ഉപയോഗിക്കുന്ന വാട്സാപ്പിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് നെഹ്റുവിനെ ആക്രമിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇനി 2023 ഈ വർഷം ഫെബ്രുവരി 19 ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 47-ന് ശേഷം ഏകദേശം 79ഓളം വരുന്ന വിവിധ ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാർ ഒരുമിച്ചുകൂടി അവർ സമരം ചെയ്തത്. അവർ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത്? അവർ പറയുന്നത് ഒറ്റ കാര്യമാണ്, രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ കഴിഞ്ഞ 2014 മുതൽ ഈ നാളിന്ന് വരെ 9 വർഷം കൊണ്ട് നടക്കുകയാണ്. അതിന്റെ കണക്കുകൾ ക്രിസ്ത്യൻ ഫോറം പുറത്തേക്ക് വിടുകയുണ്ടായി. ആ കണക്കുകൾ ഇങ്ങനെയാണ്: 2014 വരെ ഉണ്ടായ ആക്രമണങ്ങൾ
147 ആണെങ്കിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് 598 400% ഉയർന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നമ്മുടെ പെസഹ വേഴം ആ സമയത്തൊക്കെ അതിന് 2 ആഴ്ച മുൻപായിട്ട് എനിക്കൊരു വാട്സാപ്പ് വീഡിയോ വരികയുണ്ടായി. ഞാൻ അവസാനിപ്പിക്കാം. വാട്സാപ്പ് വീഡിയോ വരികയുണ്ടായി. ആ വാട്സാപ്പ് വീഡിയോ ഒരു വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനത്തിന് പോയ ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ്, ഒരു ഈശോസഭാ വൈദികൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ പള്ളിയിലെ അല്ലെങ്കിൽ അവർ നടത്തിയിരുന്ന ഒരു സുവിശേഷ പ്രഘോഷണ സ്ഥലത്തേക്ക് സംഘപരിവാറിന്റെ ആളുകൾ കടന്നു വരികയും 2 സഹോദരികളെ, ക്രൈസ്തവ സഹോദരികളെ വളരെ മൃഗീയമായി അവർ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് മൃഗീയമായി വേട്ടയാടുന്ന കാഴ്ച അദ്ദേഹം കാണുകയുണ്ടായി എന്ന് ഒരു ക്രൈസ്തവ പുരോഹിതൻ വേദനയോടെ പറയുകയുണ്ടായി. തീർന്നില്ല. മണിപ്പൂരിൽ ഈ 2 ദിവസം മുൻപ് ആ വാട്സാപ്പ് വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു പള്ളി പൊളിക്കുകയാണ്. 3 പള്ളികളാണ് അധികാരത്തിൽ കയറി 42% ക്രൈസ്തവർ അധിവസിക്കുന്ന മണിപ്പൂരിൽ അധികാരത്തിൽ വന്ന് അവർ പച്ചയ്ക്ക് പട്ടാപ്പകൽ പോലീസിന്റെ ഒത്താശയോടുകൂടെ പള്ളി പൊളിക്കുകയാണ്. ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിശ്വാസികളോടും ഒരുപോലെ സമീപനം, എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതവിശ്വാസം പിന്തുടരാനുള്ള രാജ്യത്തിന്റെ ഭരണഘടന. എന്നാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പരിശുദ്ധ കുർബാന, ആ കുർബാന എന്താണ്? ക്രിസ്തുവിന്റെ ഈ വീഞ്ഞ് ക്രിസ്തുവിന്റെ രക്തവും ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരവുമായി എന്ന് പറഞ്ഞ് വൈദികൻ ചെയ്യുന്ന ആ വലിയ കൂദാശ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ കുർബാന, ആ കുർബാന പോലും എടുത്തു മാറ്റാൻ അവസരം കൊടുക്കാതെ ഈ വർഗീയവാദികൾ, ഈ സംഘപരിവാറുകാർ ഒരു 5 ബുൾഡോസറുമായി വന്ന് ഒരു പള്ളി തല്ലിപ്പൊളിക്കുന്ന കാഴ്ച ഈ 2 ദിവസം മുൻപ് ഈ രാജ്യം മുഴുവനും വാട്സാപ്പിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവർ വന്ന് നിങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഇദ്ദേഹം മറ്റൊരു കാര്യം പറയുകയുണ്ടായി. ആരെക്കുറിച്ച്? ഗോൾവാക്കറെ കുറിച്ച്. ഗോൾവാക്കറുടെ വിചാരധാരയിൽ പറയുന്നു ക്രൈസ്തവർക്കെതിരായി, മുസ്ലിമുകൾക്കെതിരായി, കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായി. വിചാരധാരയെക്കാളും വിഷമേറിയ മറ്റൊരു പുസ്തകമുണ്ട് രാഹുൽ ഈശ്വർ, വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ടോ? ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ ശത്രുക്കളാണ്, ന്യൂനപക്ഷങ്ങൾ ശത്രുക്കളാണ്, അവരെ നിഗ്രഹിക്കണം. എങ്ങനെ? ജൂതന്മാരെ ഹിറ്റ്ലർ നിഗ്രഹിച്ചതുപോലെ ആ പാഠം നമുക്ക് പഠിക്കാനും നമ്മുടെ ആളുകൾക്ക് പഠിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണെന്ന് പറഞ്ഞ MS ഗോൾവാക്കറെ പോലും വിശുദ്ധനാക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഈശ്വർക്കൊന്നും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത മനസ്സിലാവുകയില്ല. രാഹുൽ ഈശ്വർ, താങ്കൾ ഉള്ളിൽ വിഷം നിറഞ്ഞുകൊണ്ട് BJPക്ക് വേണ്ടി വാദിക്കുകയാണെന്നാണ് പറയുന്നത്.